കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയത്ത് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് പകൽ ആരോഗ്യമുള്ളവരായി സമാധാനമുള്ളവരായി നിങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുക. ആമേൻ. പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ച് ആത്മാവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ ഇന്നത്തെ പകല് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അതെനിക്ക് വളരെ സന്തോഷകരമാണ്. അതൊക്കെ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. മറ്റൊരാളിലേക്ക് ഈ സന്ദേശം എത്തിക്കുമ്പോൾ അവരെ ഈ സന്ദേശത്തിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കപ്പെടാതിരിക്കത്തില്ല. തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യണം. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കുശവന്റെ വീട്ടിലേക്ക് പോകുന്ന യിരെമ്യാവ്. ഇന്ന് രാവിലെ സമയം നിങ്ങൾക്ക് ഞാൻ നൽകുവാൻ പോകുന്ന സന്ദേശം കുശവന്റെ വീട്ടിലേക്ക് ദൈവം യിരെമ്യാവിനെ കൊണ്ട് പോകുകയാണ്. യിരെമ്യാവിനെ ദൈവം ഒരു പാഠം പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ താന് ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ജനത്തിൻ്റെ ഇടയിൽ മാറ്റങ്ങളൊന്നും കാണാതെ വന്നപ്പോൾ യിരെമ്യാവ് വളരെ ഭാരപ്പെടുകയാണ്. ഈ ജനത്തോട് ഇത്രയും ദൂതുകൾ പറഞ്ഞിട്ടും ഇത്രയും ദൈവിക ആലോചനകൾ പറഞ്ഞിട്ടും ഈ ജനം അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത യിരെമ്യാവിനെ ഭരിക്കുകയാണ്. അത് ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർക്കൊക്കെ ഉണ്ടാകും. നമ്മൾ പ്രസംഗിച്ചിട്ട് അതൊക്കെ ആളുകൾ കേട്ടിട്ട് അതൊന്നും അനുസരിക്കാതെ മറ്റു പല കാര്യാദികൾ ഏർപ്പെടുമ്പോൾ ദുഃഖമുണ്ടാവും. ഇത് തന്നെയാണ് യിരെമ്യാവിനെ സംബന്ധിച്ചുള്ളത്. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവ് യഹോവയാൽ നയിക്കപ്പെട്ട് ഒരു കുശവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 1 വാക്യങ്ങളാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവിനെ ദൈവം കൊണ്ടുപോയത് ഒരു കുശവന്റെ വീട്ടിലേക്കാണ്. കളിമണ്ണ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കുശവൻ പാത്രങ്ങൾ മെനയാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ മണ്ണുകൊണ്ടും പാത്രങ്ങൾ ഉണ്ടാക്കുകയില്ല. അതിനുവേണ്ടി നല്ല പശയുള്ള അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട മണ്ണാണ് ഈ പാത്രങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ മണ്ണുകൊണ്ട് തന്നെയാണ് യഹോവയായ ദൈവം മനുഷ്യനെ എന്ത് ചെയ്തത്? രൂപപ്പെടുത്തിയെടുത്തത്. സ്തോത്രം അല്ലേ? ഏദൻ തോട്ടത്തിൽ വെച്ച് യഹോവയായ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആ മനുഷ്യനെ എന്ത് ചെയ്തു? പൊടി കൊണ്ട് നിർമ്മിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എന്നിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി മാറ്റി. നമുക്കറിയാവുന്ന വചനമാണ്. അപ്പോൾ ഇത് നമ്മളെക്കുറിച്ചുള്ളൊരു ദൈവിക അരുളപ്പാടാണ്, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഒരു ദൈവിക അരുളപ്പാടാണ്. എത്രമാത്രം തകർച്ചയുടെ ആഴക്കയത്തിൽ വീണു പോയാലും ഇനി രക്ഷപ്പെടത്തില്ലെന്ന് ആരെങ്കിലും നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തിരുത്തല ഈ വചനം. ദൈവത്തിന് സ്തോത്രം. നീ നശിച്ചുപോയി, ഇനി ഒരിക്കലും നിനക്ക് കരയേറി വരുവാൻ കഴിയത്തില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടില്ലേ? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പൻ എന്നെ കോഴി വെട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? എറിഞ്ഞിട്ടുണ്ട്. ഈ ചെവിയുടെ ഇതിലെ മൂളിപ്പോയിട്ടുണ്ട്. കോഴി എന്ന് പറഞ്ഞ് മനസ്സിലായി, കമ്പ് വെട്ടി എറിഞ്ഞിട്ടുണ്ട്. അത്ര ദ്രോഹമായ നിലയുള്ള ജീവിത രീതിയായിരുന്നു. ആളുകൾക്ക് എപ്പോഴും ഒരു ഭാരമാകുന്ന ജീവിത രീതി. അപ്പോൾ നശിച്ചു പോകുമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ രക്ഷപ്പെടത്തില്ല, അവൻ ഒരിക്കലും ശരിയാകത്തില്ല,
അവനെ ശരിയാക്കാൻ ആരെ കൊണ്ടും പറ്റിയേല. ഈ ഈ ഈ ഒരു വിഷയത്തിനൊരു വിടുതലും ഉണ്ടാകത്തില്ല. ഈ രോഗം മാറുകയില്ല. അവനൊരിക്കലും രക്ഷപ്പെടുന്ന കക്ഷിയല്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്നാൽ ഇന്ന് രാവിലെ സമയത്ത് അതിനൊരു ചേഞ്ച് നിങ്ങളുടെ മനസ്സിന് വരുത്തുകയാണ്. എത്ര തകർന്ന് അതിനെ പണിയുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതാണ് യെരമ്യാവിനെ കുശവന്റെ വീട്ടിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. അപ്പോൾ കുശവന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കുശവൻ ചക്രത്തിന്മേൽ എന്ത് ചെയ്യാണ്? പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ വളരെ സൂക്ഷ്മതയോടെ യെരമ്യാവ് ഈ കുശവനെയും കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണും അതെല്ലാം വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കുശവൻ എന്ത് ചെയ്തു? കുഴച്ചെടുത്ത ആ ചെളി അല്ലെങ്കിൽ ആ മണ്ണ് ആ ചക്രത്തിന്മേൽ വെച്ചു. ചക്രം എന്ത് ചെയ്തു? വട്ടം കറക്കി. ദൈവത്തിന് ഇന്നും അങ്ങനെ തന്നെയൊക്കെയാണ് പാത്രങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്. ഇന്ന് അല്പം കൂടെയൊക്കെ സംവിധാനങ്ങളുണ്ട്, മെഷീൻ ഉണ്ട്, കറങ്ങാനുള്ള മെഷീനൊക്കെ ഉണ്ട്. അത് എങ്കിലും ചെളിയൊക്കെ വെച്ചാണ് ഈ രൂപപ്പെടുത്തിയെടുക്കുന്നത്. സ്തോത്രം. അപ്പം അങ്ങനെ യെരമ്യാവ് വളരെ സൂക്ഷ്മതയോടെ വീക്ഷിച്ച് നിൽക്കുമ്പോൾ എടുത്തു വെച്ച ആ മണ്ണ് ആ ചക്രമൊന്ന് കറക്കിയിട്ട് ആ കുശവന്റെ കൈ ആ പച്ച മണ്ണിന്മേൽ എന്ത് ചെയ്യാണ്? ഇങ്ങനെ അമർത്തിപ്പിടിച്ച് ആ പ്രത്യേക രീതിയിൽ കൂടെ അതിനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാം ദൈവം അങ്ങനെയാ രൂപപ്പെടുത്തിയത് കേട്ടോ. ആമേൻ. വലിയ കുശവനായ സർവശക്തനായ നമ്മുടെ ദൈവമായ യഹോവ നമ്മളെ രൂപപ്പെടുത്തിയത്, നമുക്ക് ഇന്ന് ഇങ്ങനെ ആയിത്തീർന്നത്, എന്നെയൊക്കെ ഇങ്ങനെ ആക്കിയ ദൈവം എത്ര വലിയവനാണ്. കണ്ടാൽ സൗന്ദര്യമില്ലായിരുന്നു. ഇന്നും വലിയ സൗന്ദര്യം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആരോഗ്യമില്ലായിരുന്നു. മുഖമെല്ലാം ഒട്ടി കഞ്ചാവും വീടിയും ഒക്കെ വലിച്ചൊരു ഗതികെട്ടവനായി, ഉടുക്കാൻ വസ്ത്രമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ ഒരു വല്ലാത്ത ഗതികെട്ടവനായി കഴിഞ്ഞാൽ ഇങ്ങനെ എന്നെ ആക്കി തീർത്ത ദൈവത്തിന് ഞാൻ ഈ സമയത്ത് നന്ദി പറയുക. കാരണം എന്നെ രൂപപ്പെടുത്തിയെടുത്തവൻ. ആമീൻ. അത് യഹോവയായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്താ കാര്യം? എന്താ? ദൈവത്തിന് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ ഈ ശരീരവുമായി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്തുവാനും അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കുവാനും നമുക്ക് ദൈവിക കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാനും കഴിയത്തുള്ളൂ. മരിച്ചതിന് ശേഷം ഒരു രൂപപ്പെടുത്തലില്ല കേട്ടോ. അതൊക്കെ മനുഷ്യൻ പറയുന്ന വെറും അബദ്ധങ്ങളാണ്. മതങ്ങൾ പറയുന്ന അബദ്ധങ്ങളാണ്. മരിച്ചതിന് ശേഷമുള്ള രൂപപ്പെടുത്തലുകളൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ആമീൻ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ നമ്മളെ കൊണ്ട് ആമീൻ ദൈവത്തിന് കഴിയും നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ കുശവന്റെ കയ്യിൽ ഈ മണ്ണ് രൂപപ്പെട്ടു വരിക, ഒരു മനോഹരമായ പാത്രം. യെരമ്യാവ് എന്ത് ചെയ്തു? ഇതിങ്ങനെ നോക്കി കാണുകയാണ്. അങ്ങനെ ആ പാത്രമെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ആ കുശവൻ എന്ത് ചെയ്തു? ആ പാത്രം ചക്രത്തിൽ മേൽ നിന്ന് ആ കയ്യിലെടുത്തു. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് കയ്യിൽ നിന്ന് ഈ പാത്രം വഴുതി താഴെ വീണു. പച്ച മണ്ണും കൊണ്ടുണ്ടാക്കിയ ആ പാത്രം താഴെ വീണപ്പോൾ അത് ഉടഞ്ഞുപോയി. അതിൻ്റെ രൂപം നഷ്ടപ്പെട്ടു. അതിൻ്റെ സൗന്ദര്യം പോയി. അത് ആരും ഇഷ്ടപ്പെടാത്ത നിലയിലേക്ക് അത് മാറി. സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ നിങ്ങളോട് ഈ സന്ദേശം പറയുമ്പോൾ എനിക്ക് ഓർപ്പിക്കുവാനുള്ള സന്ദേശം ഇതാണ്. ആമേൻ. കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞു പോയി എന്നൊരു തോന്നൽ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആമേൻ തകർന്നു പോയി എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആമേൻ ഇനി ഇത് പണിയാൻ പറ്റുമോ എന്ന് ഒരു തോന്നൽ ഉണ്ടെങ്കിൽ, ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ യഹോവയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ വീണ്ടും പണിയുവാൻ മതിയായവനാണ്. യെരമ്യാവ് വളരെ വേദനയോടെ നോക്കി ആ നല്ല പാത്രം കുശവന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? താഴെ വീണ് ഉടഞ്ഞു. കണ്ടോ? ഇത്രയും സമയം വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച് മനോഹരമായ ഒരു പാത്രം പുറത്തു വരുന്നതും കാത്തിരുന്നപ്പോൾ ഇതാ നിമിഷ നേരം കൊണ്ട് ആ പാത്രം ഉടയപ്പെട്ടു. അതൊരു വേദനാകരമായ അനുഭവം തന്നെയാണ്.
കുശവനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ആ കുശവൻ എന്ത് ചെയ്തു? ആ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ആ പാത്രം, ഉടഞ്ഞുപോയ പാത്രം പിന്നെയും എടുത്ത് ഒന്നും കൂടെ അത് എന്ത് ചെയ്തു? ആ കുഴച്ച് അത് രൂപപ്പെടുത്തേണ്ടതിന് വേണ്ടി ചക്രത്തിന് മേൽ വെക്കുകയാണ്. ഇന്ന് രാവിലെ സമയത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ ചക്രത്തിന്മേൽ നിനക്ക് ഒന്ന് വിധേയപ്പെടാൻ തയ്യാറായാൽ, ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറായാൽ, രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്ന ദൈവിക പദ്ധതി നിന്റെ വീടിനകത്തേക്ക് എൻ്റെ ദൈവം കൊണ്ടുവരികയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നിന്റെ ആ പ്രാർത്ഥനാ ജീവിതം നീ എന്ത് ചെയ്യരുത്? കെടുത്തിക്കളയരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നീ ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുകളയരുത് കേട്ടോ. നിന്നെ രൂപപ്പെടുത്തിയെടുക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ഈ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെടുവാനിടയാകണം. ഇതാ ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു ദൈവിക ദൂതാണ് യെരമ്യാവിന് ദൈവം കൊടുക്കുന്നത്. ഞാൻ അവരെ പണിയും. അവർ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ യെരമ്യാവേ നീ ഭാരപ്പെടണ്ട. ആമീൻ, നീ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ ആമീൻ, ഞാൻ എൻ്റെ ജനത്തെ പണിയും. ഇതാണ് യഹോവയായ ദൈവം എന്ത് ചെയ്യുന്നത്? യെരമ്യാവിനോട് പറയുന്നത് കുശവന്റെ വീട്ടിൽ വെച്ച്. സ്തോത്രം. വാക്കും ഭാഷണവുമില്ലാതെ കുശവന്റെ കളിമണ്ണിൽ കറങ്ങുന്ന ആ ചക്രത്തിൽ കറങ്ങുന്ന കളിമണ്ണ് രൂപപ്പെട്ടു വരുന്നത് പോലെ ഞാൻ ഇസ്രായേലിനെ പണിയും. അവരെ ഞാൻ രൂപപ്പെടുത്തിയെടുക്കും. അവരെ ഒരു സൈന്യമാക്കി തീർക്കും എന്നുള്ള ഉറപ്പ് നൽകുകയാണ്. ഇന്ന് രാവിലെ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പായ സന്ദേശം, നിന്റെ തലമുറയെ രൂപപ്പെടുത്തുവാൻ, നിന്റെ സാമ്പത്തിക മേഖലയെ രൂപപ്പെടുത്തുവാൻ, നിന്റെ കുടുംബത്തെ രൂപപ്പെടുത്തുവാൻ, നിന്റെ ഭർത്താവിനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ സൗഖ്യപ്പെടുത്തി നിന്നെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. സമർപ്പണപരമായ ജീവിതത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളിത് ഷെയർ ചെയ്യണമേ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ദൈവികമായ പദ്ധതിയിലേക്ക് നീങ്ങപ്പെടുവാൻ, രൂപപ്പെടുത്തിയെടുക്കുന്ന ദൈവിക പ്ലാനിലേക്ക് നീങ്ങപ്പെടുവാൻ ഈ സന്ദേശം ഉതകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്ന ദൈവിക പദ്ധതിയിലേക്ക് ദൈവം ഇവരെ കൈപിടിച്ച് ഉയർത്തണമേ. കർത്താവ്, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും പകരണമേ. തിരുനാമം മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെയും നമുക്ക് ഒന്നിച്ച് കാണാം.